Learnerzy Online Education. Hi, welcome to my new video. It's me, Harshita. നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് നമ്പർ 28 ആണ്. MS001 യൂണിറ്റ് നമ്പർ 28 തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയുടെ ഉത്ഭവ സിദ്ധാന്തങ്ങൾ എന്നാണ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജാതി വ്യവസ്ഥ ഉത്ഭവം കൊണ്ട്, അതായത് രൂപം കൊണ്ടതിനെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ യൂണിറ്റിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, ഡെഫിനിഷൻ ഓഫ് കാസ്റ്റ്, തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം ത്രൂ ഏജസ്, കാസ്റ്റ് നോട്ട് ആൻ ഐസൊലേറ്റഡ് ഫെനോമിന ആൻഡ് കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തിൽ വരുന്നത്, നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. 28.1 ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം നോക്കുന്നത്. ദ ഹിന്ദു കാസ്റ്റ് സിസ്റ്റം. ദ കാസ്റ്റ് സിസ്റ്റം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വെൽ നോൺ ഫീച്ചർ ഓഫ് ട്രഡീഷണൽ ഹിന്ദു സൊസൈറ്റി. പരമ്പരാഗത ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന സവിശേഷതകളിൽ ഒന്നാണ് ജാതി വ്യവസ്ഥ എന്നത്, കാസ്റ്റ് സിസ്റ്റം എന്നത്. ദ ഒറിജിൻ ഓഫ് കാസ്റ്റ് ഈസ് എ ടോപ്പിക് ഓഫ് മച്ച് ഡിബേറ്റ്. ദ സിസ്റ്റം ഈസ് വെരി ഓൾഡ് ബട്ട് ദർ ഇസ് നോ ക്ലിയർ അഗ്രിമെൻറ്റ് ഓൺ ഹൗ ഇറ്റ് ബിഗെയിൻ. ഡെസ്പൈറ്റ് മെനി സ്റ്റഡീസ് ബൈ സോഷ്യൽ സയൻറ്റിസ്റ്റ്, നോ സിംഗിൾ എക്സ്പ്ലനേഷൻ ഫുള്ളി എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒറിജിൻ. ജാതിയുടെ ഉത്ഭവം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ സംവിധാനം വളരെ പഴക്കമുള്ളതാണ്, എന്നാൽ ഇത് എങ്ങനെ ആരംഭിച്ചു എന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ നിരവധി പഠനങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഒരൊറ്റ വിശദീകരണവും ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദിസ് ഡിസ്കഷൻ ലുക്സ് അറ്റ് ഡിഫറെൻറ്റ് തിയറീസ് അബൌട്ട് ദ കാസ്റ്റ് സിസ്റ്റംസ് ഒറിജിൻ, ഡെഫിനിഷൻ ബൈ സ്കോളേഴ്സ് ആൻഡ് ദ റീസൺ ഇറ്റ് ഹാസ് ലാസ്റ്റഡ് ഫോർ സോ ലോങ്. ഇറ്റ് ഓൾസോ examines the forces that have helped sustain it over time. ഈ ചർച്ച ജാതി വ്യവസ്ഥയുടെ ഉത്ഭവം, പണ്ഡിതന്മാരുടെ നിർവചനങ്ങൾ, ഇത്രയും കാലം നിലനിന്ന കാരണങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള വ്യത്യസ്ത സിദ്ധാന്തങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നതാണ്. കാലക്രമേണ അതിനെ നിലനിർത്താൻ സഹായിച്ച ശക്തികളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പരിശോധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ എന്താണ്, ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ തിയറീസിനെ കുറിച്ചും ഇത്രയും കാലം നിലനിന്ന കാരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ എന്നിവയൊക്കെയാണ് പരിശോധിക്കുന്നത്. കാലക്രമേണ, അതായത് കാലങ്ങൾ കഴിയുന്നവരും ഇതിനെ നിയന്ത്രിക്കാൻ സഹായിച്ച, അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ വീണ്ടും വീണ്ടും അതിനെ നിലനിർത്താൻ സഹായിച്ച ശക്തികളെ കൂടിയും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ്ങിലോട്ട് നമുക്ക് പോകാം. 28.2 ഡെഫിനിഷൻ ഓഫ് കാസ്റ്റ്. കാസ്റ്റിൻ്റെ ഡെഫിനിഷനെ കുറിച്ചാണ് പറയുന്നത്. മീനിങ് ഓഫ് കാസ്റ്റ്. ദ വേർഡ് കാസ്റ്റ് കംസ് ഫ്രം ലാറ്റിൻ വേർഡ് castus, meaning pure. The Portuguese word casta means race or lineage. The Portuguese first used this word for Indians' social system because they thought it was meant to keep blood പ്യൂരിറ്റി. ജാതി എന്ന വാക്ക് ലാറ്റിൻ പദമായിട്ടുള്ള കാസ്റ്റസ് എന്നതിൽ നിന്നാണ് വന്നത്. അതായത് കാസ്റ്റ് എന്ന വാക്ക് ലാറ്റിൻ പദമായിട്ടുള്ള കാസ്റ്റസ് എന്നതിൽ നിന്നാണ് വന്നത്. അതായത് ശുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം, പ്യുവർ. പോർച്ചുഗീസ് പദമായിട്ടുള്ള കാസ്റ്റ എന്നാണ് വംശം അല്ലെങ്കിൽ വംശം എന്നാണ്. പോർച്ചുഗീസ് പദമായിട്ടുള്ള കാസ്റ്റ എന്നതിൻ്റെ അർത്ഥം എന്താണ്, എന്ന അർത്ഥമാണ് വരുന്നത്. പോർച്ചുഗീസുകാരാണ് ഈ വാക്ക് ആദ്യമായിട്ട് ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് ഉപയോഗിച്ചത്. കാരണം ഇത് രക്തശുദ്ധി നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് അവർ കരുതി. രക്തത്തിൻ്റെ ശുദ്ധി ആണ് നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് അവർ കരുതി. അതായത് കാസ്റ്റ് ജാതി വ്യവസ്ഥ ഓരോ തട്ടുകളായിട്ടുള്ള ബ്രാഹ്മണരും ശൂദ്രരും, അവരുടെ രക്തമെല്ലാം എന്താണ്, വിശുദ്ധ രക്തമാണ് എന്നാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ ആ ഒരു രക്തശുദ്ധി നിലനിർത്തുക എന്നുള്ള ആ ഒരു പ്യൂരിറ്റിയെ പറയുക എന്നുള്ളതിനുകൊണ്ടാണ് ആ വേർഡ് പോർച്ചുഗീസുകാർ ഇതിനെക്കുറിച്ച് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. കാസ്റ്റ് ഈസ് യൂസ്ഡ് 2 ways. കാസ്റ്റ് 2 waysലാണ് ഉപയോഗിക്കുന്നത്. ടു ഡിസ്ക്രൈബ് ഇന്ത്യസ് എൻറ്റയർ സോഷ്യൽ സിസ്റ്റം. ഇന്ത്യയുടെ മുഴുവൻ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് വിവരിക്കാനാണ് കാസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ടു റെഫർ ടു പാർട്ട് ഓഫ് ദ സിസ്റ്റം ലൈക്ക് വർണ്ണ, ജാതി ആൻഡ് ഗോത്ര. വർണ്ണവും ജാതിയും ഗോത്രം തുടങ്ങിയ വ്യവസ്ഥയുടെ ഭാഗങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, കാസ്റ്റ് എന്ന വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ വർണ്ണ ആൻഡ് ജാതി. വർണ്ണയും ജാതിയും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് ഇനി നോക്കുന്നത്. വർണ്ണ. ആൻഷ്യൻ ടെക്സ്റ്റ് മെൻഷൻ 4 വർണ്ണാസ്: ബ്രാഹ്മിൻ, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്ര. There is no 5th വർണ്ണ. വർണ്ണം എന്നത് പുരാതന ഗ്രന്ഥങ്ങൾ 4 വർണ്ണങ്ങളെ പരാമർശിക്കുന്നു. പുരാതന
അതായത് മതഗ്രന്ഥങ്ങൾ, ഹിന്ദു ഗ്രന്ഥങ്ങളാണ് ഈ വർണ്ണത്തെക്കുറിച്ച് പറയുന്നത്. ഈ വർണ്ണങ്ങൾ എന്നത് എന്താണ്? ഓരോ ക്ലാസ്സുകളാണ്. അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നുള്ള 4 തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഈ വർണ്ണ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ 5ാമത്തേതായിട്ടൊരു വർണ്ണമില്ല. അതോടെ അവസാനിക്കുക. ഈ 4 വർണ്ണം മാത്രമാണ് വിശുദ്ധരായിട്ടുള്ളത്. അതായത് വർണ്ണാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നതിയിലുള്ള ആൾക്കാർ എന്നാണ് അർത്ഥം വെക്കുന്നത്. അടുത്തത് ജാതിയാണ്. ദർ ആസ് മെനി ജാതീസ്, സബ്കാസ്റ്റ്. ഈവൻ ആൻഷ്യൻ സ്കോളേഴ്സ് സംടൈംസ് കൺഫ്യൂസ്ഡ് ജാതി വിത്ത് വർണ്ണ. ധാരാളം ജാതികൾ, ഉപജാതികളുണ്ട്. അതായത് മെയിനായിട്ടുള്ളത് ബ്രാഹ്മിൻസ്, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രരൊക്കെയാണ്. അതിൽ നിന്നുള്ള ഉപജാതികൾ, സബായിട്ടുള്ള കാസ്റ്റുകളുണ്ട്. അതാണ് ഈ ജാതി എന്ന് പറയുന്നത്. വർണ്ണയിൽ നിന്നുള്ള സബ്കാസ്റ്റുകളാണ് ജാതി എന്ന് പറയുന്നത്. ഉപജാതികൾ ഇതിൽ ഒരുപാടുണ്ട്. പുരാതന പണ്ഡിതന്മാർ പോലും ചിലപ്പോൾ ജാതിയെ വർണ്ണവുമായിട്ട് കൂട്ടിക്കുഴച്ചിരുന്നു. ജാതിയെ വർണ്ണവുമായിട്ട് എന്ത് ചെയ്തിരുന്നു? കൂട്ടിക്കുഴച്ചിരുന്നു. ജാതിയും വർണ്ണവും ഒന്നാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് രണ്ടും വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ബ്രാഹ്മൺ ഈസ് ബോത്ത് വർണ്ണ ആൻഡ് എ ജാതി വിച്ച് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ. വാട്ട് സ്കോളേഴ്സ് സേ ഇറ്റ് അബൌട്ട് കാസ്റ്റ്. ഫോർ എക്സാമ്പിൾ, അതായത് ബ്രാഹ്മിൻസ് എന്നത് എന്താണ്? ബോത്ത് വർണ്ണ, അവർ വർണ്ണരുമാണ്, അതുപോലെ ജാതിയാണ്. അതായത് ബ്രാഹ്മിൻസ് എന്ന ഒരു ജാതി, ശൂദ്രർ എന്ന ജാതി, അതൊക്കെ വ്യത്യസ്ത ജാതിയിൽ പെട്ടവരാണ്. അതായത് അബൌട്ട് കാസ്റ്റ്. സ്കോളേഴ്സ് എന്ന കാസ്റ്റിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Risley, caste is group of families with a common name, ancestry and job. People marry with their caste. Risley പറയുന്നത് പൊതുനാമവും വംശപരമ്പരയും. അതായത് പൊതുനാമം ഒരു ബ്രാഹ്മിൻസ് എന്നുള്ള, അല്ലെങ്കിൽ ബ്രാഹ്മിൻ, ശൂദ്രർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലുള്ള പൊതുനാമവും വംശപരമ്പരയും ജോലിയുമുള്ള കുടുംബങ്ങളുടെ ഒരു കൂട്ടമാണ് ജാതി എന്ന് പറഞ്ഞ ആളുകൾ. അവരുടെ ജാതിയിൽ വെച്ചാണ് വിവാഹം കഴിക്കുന്നത് എന്നാണ് പറയുന്നത്. കാസ്റ്റ് ഹാസ് ട്രൂ റൂൾസ്. കേത്കാർ പറയുന്നത് കാസ്റ്റിന് 2 റൂൾസുകളുണ്ട്. എ പേഴ്സൺ മസ്റ്റ് ബി ബോൺ ഇൻ ടു ഇറ്റ്. ഒരു വ്യക്തി അതിൽ ജനിക്കണം. ഏതൊരു കാസ്റ്റാണോ ആ ഒരു കാസ്റ്റിൽ ജനിക്കും. ബ്രാഹ്മണരായിക്കോട്ടെ, വൈശ്യരായിക്കോട്ടെ, ശൂദ്രരായിക്കോട്ടെ, ഏതായിക്കോട്ടെ, അവർ ആ ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ ആ വ്യക്തി ആ ഒരു ജാതിയിലായിരിക്കണം ജനിക്കേണ്ടത്. ദേ കനോട്ട് മാരി ഔട്ട്സൈഡ് ദെയർ കാസ്റ്റ്. അവർക്ക് ഒരിക്കലും അവരുടെ ജാതിക്ക് പുറത്ത് നിന്ന് വിവാഹം കഴിക്കാൻ കഴിയില്ല. അടുത്തത് മജുംദാർ ആൻഡ് മദൻ പറയുന്നതാണ് നോക്കുന്നത്. ഇഫ് എ ഗ്രൂപ്പ് അലൗസ് ന്യൂ മെമ്പേഴ്സ് ലൈക്ക് ജോയിനിങ് ബൈ ഏർണിംഗ് എ ഡിഗ്രി, ഇറ്റ് ഇസ് എ ക്ലാസ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഡസ് നോട്ട് അലോ ന്യൂ മെമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് ഓൺലി ബൈ ബർത്ത്, ഇറ്റ് ഇസ് എ കാസ്റ്റ്. ഒരു ഗ്രൂപ്പ് പുതിയ അംഗങ്ങളെ അനുവദിക്കുകയാണ്. ഒരു ബിരുദം നേടി വരുന്നത് പോലെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാസ് അംഗീകരിക്കുകയാണ്. അതൊരു ക്ലാസ്സാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച, നമ്മളിതിന് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചില്ല, ക്ലാസ്. അതായത് ഒരു താഴത്തെ തട്ടിൽ നിന്ന് ഒരു ജോലിയൊക്കെ നേടി മുകളിലോട്ട് വരുന്നതിന്, ആ ഒരു ഉന്നതിയിലേക്കുള്ള ആ ഒരു സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നു, ക്ലാസ് എന്ന് പറയുന്നു. അവരെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഗ്രൂപ്പിലേക്ക് എടുക്കുകയും ചെയ്യും. അതായത് ഉന്നതിയിലിരിക്കുന്ന ആ ഉന്നതന്മാരായിട്ടുള്ള ആ ഗ്രൂപ്പിലോട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിച്ച് ജോലിയൊക്കെ നേടി നല്ല ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് ഉയർന്ന ക്ലാസ്സിലോട്ട് പോകും. അതിനെ എന്ത് പറയുന്നു? ക്ലാസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കൂട്ടം പുതിയ അംഗങ്ങളെ അനുവദിക്കാതെ ജന്മം കൊണ്ട് മാത്രമാണ് ഒരു ജാതിയിൽ ഉയർച്ചയുണ്ടാകാൻ ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ജാതി എന്നത് ജന്മം കൊണ്ടുണ്ടാകുന്നതാണ്. ഒരിക്കലും ആ ജന്മത്തോടെ തന്നെ തീരുന്നു. പിന്നീട് അയാൾക്ക് ഉയർച്ചയും താഴ്ചയും ഒന്നും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ബോഗിൾ പറയുന്നത്, ഫ്രഞ്ച് സ്കോളറായിട്ടുള്ള ബോഗിൾ പറയുന്നത്, കാസ്റ്റ് ഹാസ് 3 മെയിൻ ഫീച്ചേഴ്സ്. കാസ്റ്റിന് 3 തരത്തിലുള്ള മെയിൻ ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. സെപ്പറേഷൻ ഇൻ മാരേജ്, ഫുഡ് ആൻഡ് കോണ്ടാക്ട്. വിവാഹം, ഭക്ഷണം, സമ്പർക്കം എന്നിവയിൽ എന്താണ്? വേർപിരിയൽ, അതായത് വേറിട്ടതാണ്. സെപ്പറേഷൻ ഇൻ മാരേജ്, അവർക്ക് തമ്മിൽ എന്താണ്? കല്യാണം കഴിക്കാനും കഴിയില്ല. വ്യത്യസ്ത ജാതികൾ തമ്മിൽ കല്യാണം കഴിക്കാനോ ഭക്ഷണം പങ്കിടാനോ കോണ്ടാക്ട് വെക്കാനോ, അതായത് സമ്പർക്കം പുലർത്താനോ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് സ്ഥിര ജോലികൾ, അതായത് ഫിക്സ്ഡ് ജോബ്സ്, പാസ്ഡ് ഫ്രം പാരൻസ് ടു ചിൽഡ്രൻസ്. സ്ഥിര ജോലികൾ, മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നു? ജോലികൾ കൈമാറും. അവർക്ക് പാരമ്പര്യമായിട്ട് അവരുടെ ജാതിയിൽ അധിഷ്ഠിതമായിട്ട് തൊഴിലുകളുണ്ട്. അത് മാത്രമേ ആ ജാതിയിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് പോയിന്റ് പറയുന്നത് ഹൈറാർക്കി, വെയർ സം കാസ്റ്റ് ആർ സീൻ ആസ് ഹയർ ആൻഡ് അതർ ആസ് ലോവർ. അധികാര ശ്രേണിയുണ്ട്. ഇവിടെ ചില ജാതികൾ ഉയർന്നവരായിട്ടും മറ്റുള്ളവർ താഴ്ന്നവരായിട്ടും കാണപ്പെടുന്നു. ബ്രാഹ്മണൻസ് ഒക്കെ ഏറ്റവും ഉയർന്നവരായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നീട് അവരുടെ കീഴിലുള്ള ആൾക്കാർ ആയിട്ട് ശ്രേണി സിസ്റ്റം ആയിട്ടാണ് നിലനിൽക്കുന്നത്. These ideas show how strict and unchanging the caste system has been. Many scholars have also tried to explain how caste began. ജാതി വ്യവസ്ഥ എത്ര കർക്കശവും മാറ്റമില്ലാത്തതുമാണെന്ന് ഈ ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജാതി എങ്ങനെ ആരംഭിച്ചു എന്ന് വിശദീകരിക്കാൻ പല പണ്ഡിതന്മാരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അതിന് ഒരു അടിസ്ഥാനം കിട്ടിയിട്ടില്ല.
ഓക്കെ, അടുത്ത നമ്മുടെ ഹെഡിങ് 28.3 തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം ആണ് കേട്ടോ. കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒറിജിനെ കുറിച്ചിട്ടുള്ള ഉത്ഭവത്തെ കുറിച്ചുള്ള തിയറീസിനെ കുറിച്ചാണ് പറയുന്നത്. കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. കാസ്റ്റ് ഇൻ ഇന്ത്യ ഈസ് എ സോഷ്യൽ സിസ്റ്റം കണക്റ്റഡ് ടു ഹിന്ദു റിലീജിയൻ. എ പേഴ്സൺ ഈസ് ബോൺ ഇൻ ടു എ കാസ്റ്റ് ആൻഡ് cannot change it. Each caste has its own customs, including rules about food, marriage and religious practices. ഇന്ത്യയിലെ ജാതി എന്നത് ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക വ്യവസ്ഥയാണെന്നാണ് പറയുന്നത്. ഒരു വ്യക്തി ഒരു ജാതിയിൽ ജനിച്ചതിനാൽ അത് മാറ്റാൻ കഴിയില്ല. ഒരു വ്യക്തി ഒരു ജാതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് മാറ്റാൻ കഴിയില്ല. ഭക്ഷണം, വിവാഹം, മതപരമായ ആചാരങ്ങൾ എന്നിവയെ കുറിച്ചുള്ള നിയമങ്ങൾ ഉൾപ്പെടെ ഓരോ ജാതിക്കും അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. The caste system divides society into thousands of small groups. Each caste has a traditional job and follow a strict hierarchy. The origin of caste is very old and scholars still debate how it started. ജാതി വ്യവസ്ഥ സമൂഹത്തെ ആയിരക്കണക്കിന് ചെറിയ ഗ്രൂപ്പുകളായിട്ട് വിഭജിക്കുന്നുണ്ട്. സബ് കാസ്റ്റുകളൊക്കെ അടക്കം ഒരുപാട് കാസ്റ്റുകളായിട്ട് വിഭജിക്കുന്നുണ്ട്. ഓരോ ജാതിക്കും ഒരു പരമ്പരാഗത ജോലിയുണ്ട്. കർശനമായിട്ടുള്ള ഒരു ശ്രേണിയും അവർ പിന്തുടരുന്നുണ്ട്. ജാതിയുടെ ഉത്ഭവം വളരെ കാലം പഴക്കമുള്ളതാണ്. അത് എങ്ങനെ ആരംഭിച്ചു എന്ന് പണ്ഡിതന്മാർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, തിയറീസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് കാസ്റ്റ്. കാസ്റ്റിന്റെ ഒറിജിനെ കുറിച്ചുള്ള തിയറിയാണ് അടുത്തത് നോക്കുന്നത്. Many Hindu scriptures say caste was created by God. According to the Rig Veda, the four varnas came from different parts of the creator's body. പല ഹൈന്ദവ ഗ്രന്ഥങ്ങളും ജാതി എന്നത് ദൈവത്താൽ സൃഷ്ടിച്ചതാണെന്നാണ് പറയുന്നത്. ഋഗ്വേദം അനുസരിച്ച് സൃഷ്ടാവിന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് 4 വർണ്ണങ്ങൾ വന്നത് എന്നാണ് പറയുന്നത്. സൃഷ്ടാവിന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് 4 വർണ്ണങ്ങൾ വന്നത് എന്നാണ് പറയുന്നത്. അതില് ബ്രാഹ്മിൺസിൻ്റെത് ഫ്രം ദ മൗത്ത്, പ്രീസ്റ്റിന്റെ അതായത് പുരോഹിതന്മാരുടേത് അവരുടെ വായിൽ നിന്നാണ്, അതായത് സൃഷ്ടാവിന്റെ വായിൽ നിന്നാണ് ബ്രാഹ്മണൻസ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ക്ഷത്രിയര് ഫ്രം ഹിസാം, അവന്റെ കൈകളിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് അവർ ക്ഷത്രിയർസ് എന്താണ്, യോദ്ധാക്കന്മാരാണ്. അത് സൃഷ്ടാവിന്റെ കൈകളിൽ നിന്നുണ്ടായവരാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ വിഭാഗം ട്രേഡേഴ്സ് ആണ്, അതായത് വ്യാപാരികള് അവന്റെ തുടകളിൽ നിന്നാണ്, അതായത് സൃഷ്ടാവിന്റെ തുടകളിൽ നിന്നുണ്ടായവരാണ് വൈശ്യർ എന്നാണ് പറയുന്നത്. നാലാമത് പറയുന്നത് ശൂദ്രസ് ആണ്, അവരുടെ പാദങ്ങളിൽ നിന്ന്, സൃഷ്ടാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പാദത്തിൽ നിന്നാണ് ശൂദ്രർ എന്ന വിഭാഗം ഉണ്ടായത്. അവർ തൊഴിലാളികളാണ്. മാത്രമല്ല ഈ 3 ആൾക്കാർ, വൈശ്യരെയും ക്ഷത്രിയരെയും ബ്രാഹ്മണരെയും അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട, അവർക്കൊരു അടിമകളായിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് ആര്, ശൂദ്രസ് എന്നാണ് ജാതി വ്യവസ്ഥയിൽ പറയുന്നത്. സെക്കൻഡ്, കർമ്മ ആൻഡ് റീബർത്ത്. ഡിവൈൻ ഒറിജിൻ ആണ് പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് തിയറീസ് ആണ് കേട്ടത്. കാസ്റ്റിന്റെ അതായത് ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചിട്ടുള്ള തിയറീസ് ആണ് പറയുന്നത്. അടുത്തത് കർമ്മ ആൻഡ് റീബർത്ത്. ദിസ് തിയറി സേസ് എ പേഴ്സൺ കാസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിയർ പാസ്റ്റ് ലൈഫ് ആക്ഷൻസ്. ഈ സിദ്ധാന്തം പറയുന്നത് ഒരു വ്യക്തിയുടെ ജാതി എന്നത് അവരുടെ മുൻകാല പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതായത് കർമ്മ, അതായത് മുൻ ജന്മങ്ങളെ അല്ലെങ്കിൽ മുൻ ജന്മത്തിലുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പിറ്റത്തെ ജന്മത്തില് കാസ്റ്റ് സിസ്റ്റം രൂപം കൊള്ളുന്നത്. കാസ്റ്റ് അവന്റെ കാസ്റ്റ് നിർണ്ണയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഗുഡ് കർമ്മ ഹയർ കാസ്റ്റ് ഇൻ നെക്സ്റ്റ് ലൈഫ്. നല്ല കർമ്മം ചെയ്താൽ എന്ത് ചെയ്യും, അവൻ അടുത്ത ജന്മത്തിൽ ഉയർന്ന ജാതിയായിട്ട് ജനിക്കും. ബാഡ് കർമാസ്, മോശം കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ലോവർ കാസ്റ്റ് ഓർ ഈവൻ റീബർത്ത് ആസ് എൻ ആനിമൽ, ഒരു മൃഗമായിട്ട് അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതിയായിട്ട് അവൻ ജനിക്കപ്പെടുമെന്നാണ് പറയുന്നത്. This belief made people accept their caste and hope for a better next life. ഈ വിശ്വാസം ആളുകൾ അവരുടെ ജാതി അംഗീകരിക്കുകയും മെച്ചപ്പെട്ട അടുത്ത ജീവിതത്തിനായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്തു. നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അടുത്ത ജന്മത്തിൽ നമ്മളൊരു ഉയർന്ന ജാതി ജനിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ തിയറി റേഷ്യൽ തിയറിയാണ്. Some European scholars believed Aryans created caste to stay separate from the darker skinned natives. They thought caste was way to maintain racial purity. ചില യൂറോപ്യൻ പണ്ഡിതന്മാർ വിശ്വസിച്ചത് ആര്യന്മാർ വെളുത്ത ചർമ്മമുള്ള ആളുകളാണ് എന്നാണ്. അതായത് ആര്യന്മാര് ഇരുണ്ട ചർമ്മമുള്ള നാട്ടുകാരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ജാതി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ആര്യന്മാര് വംശശുദ്ധി നിലനിർത്താനുള്ള ഒരു മാർഗമാണ് ജാതി എന്ന് അവർ കരുതി. ആര്യന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ.
ആര്യന്മാരെ കുറിച്ചാണ് ആ ഒരു തിയറിയിൽ പറയുന്നത്. വെളുത്ത ചർമ്മമുള്ള ആളുകൾ ഇരുണ്ട ചർമ്മമുള്ള നാട്ടുകാരിൽ നിന്ന് വേർതിരിക്കാനാണ് ജാതി സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. വംശശുദ്ധി നിലനിർത്താനായിരുന്നു അതെന്നാണ് പറയുന്നത്. എന്തില്? റേഷ്യൽ തിയറിയിൽ പറയുന്നത്. അവിടെ ഒരു റേസിസം ആണ് അവർ ആ ജാതി വ്യവസ്ഥയിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഫോർത്ത് ഒക്യുപ്പേഷൻ തിയറിയാണ്. According to this theory, caste started based on jobs. Priest, Brahmins become a separate group because they knew religious rituals. ഈ സിദ്ധാന്തം അനുസരിച്ച് ജാതി ആരംഭിച്ചത് തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടാണെന്നാണ്. പുരോഹിതന്മാർ, അതായത് ബ്രാഹ്മണന്മാരായിട്ടുള്ള ആൾക്കാർ ഒരു പ്രത്യേക വിഭാഗമായിട്ട് മാറിയത് അവർക്ക് മതപരമായ ആചാരങ്ങൾ അറിയാമായിരുന്നു എന്നതുകൊണ്ടാണ് കേട്ടോ. അവരുടെ ജോലി എന്താണ്? അവര് ബ്രാഹ്മിൻസിന്റെ ജോലി എന്താണ്? പുരോഹിതന്മാരായിട്ട്, എന്താ പറയാ, അമ്പലങ്ങളിൽ പുരോഹിതന്മാരായിട്ടുള്ള ജോലികളാണ് ബ്രാഹ്മിൻസിനുള്ളത്. അവർക്ക് മതപരമായിട്ടുള്ള ആചാരങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ്, അവർക്ക് ആ ജോലിയാണ്. അവരെന്തുകൊണ്ടാണ് അത് അറിയുന്നത്? അവർ പാരമ്പര്യമായിട്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അത് അവർക്ക് അറിയാം എന്നുള്ളതാണ്. അതർ ഗ്രൂപ്പ്സ് ഫോർമഡ് കാസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ വർക്ക്. ഓവർ ടൈം ദിസ് ഒക്യുപ്പേഷൻ ബിക്കം ഹെറിഡിറ്ററി. മറ്റു ഗ്രൂപ്പുകൾ അവരുടെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി ജാതികൾ രൂപീകരിച്ചു. കാലക്രമേണ ഈ തൊഴിലുകൾ എന്ത് ചെയ്തു? പാരമ്പര്യമായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓരോ ഗ്രൂപ്പുകളും അവർക്ക് ഇഷ്ടമുള്ള ജോലികൾ എന്താ പറയാ രൂപീകരിച്ചു. അതോടെ പാരമ്പര്യമായിട്ട് അത് കൈമാറി വന്ന് അത് പാരമ്പര്യമായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് തിയറി പറയുന്നത് ട്രൈബ്സ് ബിക്കമിങ് കാസ്റ്റ്. മെനി ട്രൈബ്സ് slowly become ഹിന്ദു കാസ്റ്റ്. ദിസ് ഹാപ്പൻ ഇൻ സെവറൽ വേസ്. പല ഗോത്രങ്ങൾ എന്താണ് പതുക്കെ ഹിന്ദു ജാതികളായിട്ട് മാറി എന്നാണ് പറയുന്നത്. പലതരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ട്രൈബൽ ലീഡേഴ്സ് ഗെയിൻഡ് ലാൻഡ് ഓർ ജോയിൻ ഹയർ കാസ്റ്റ്. ആദിവാസി നേതാക്കൾ ഭൂമി നേടി ഉയർന്ന ജാതിയിൽ ഭൂമി പിടിച്ചടക്കിയിട്ട് ഉയർന്ന ജാതിയിൽ ചേർന്നു. സം ട്രൈബ്സ് അഡോപ്റ്റഡ് ഹിന്ദു ബിലീഫ്സ്. ചില ഗോത്രങ്ങൾ എന്ത് ചെയ്തു? ഹിന്ദു വിശ്വാസങ്ങൾ സ്വീകരിച്ചു. തേർഡ് പോയിന്റ് പറയുന്നത് സം ട്രൈബ്സ് ചേഞ്ച് ദെയർ നെയിംസ് ടു സറൗണ്ട് ലൈക്ക് ഹിന്ദു കാസ്റ്റ്. ചില ഗോത്രങ്ങൾ അവരുടെ പേരുകൾ ഹിന്ദു ജാതികൾ എന്ത് ചെയ്തു എന്ന് വിളിച്ചു. ഫോർത്ത് പറയുന്നത് ട്രൈബ്സ് മിക്സഡ് വിത്ത് ഹിന്ദു സൊസൈറ്റി ഓവർ ടൈം. കാലക്രമേണ ഹിന്ദു സമൂഹവുമായിട്ട് ഇടകലർന്ന ഗോത്രങ്ങൾ എന്ത് ചെയ്തു? പിന്നീട് ഹിന്ദുസിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ആൾക്കാരായിട്ട് മാറുകയാണ് ചെയ്തത്. പല ഗോത്രങ്ങൾ ഹിന്ദുസ് ആയിട്ട് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയിലോട്ട് വന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് തിയറി മാരേജ് റൂൾസിനെ കുറിച്ചിട്ടുള്ളതാണ്. സം സ്കോളേഴ്സ് ബിലീവ് കാസ്റ്റ് കെയിം ഫ്രം സ്ട്രിക്റ്റ് മാരേജ് റൂൾസ്. പീപ്പിൾ ഹാഡ് ടു മാരി വിത്തിൻ ദെയർ ഗ്രൂപ്പ്. കോണ്ടാക്ട് വിത്ത് ദ ലോവർ കാസ്റ്റ് വാസ് സീൻ ആസ് ഇംപ്യൂർ. ദിസ് കെപ്റ്റ് കാസ്റ്റ് സെപ്പറേറ്റ് ആൻഡ് മെയ്ഡ് ദ സിസ്റ്റം ലോ സ്ട്രോങ്ങർ. കർശനമായിട്ടുള്ള വിവാഹ നിയമങ്ങളിൽ നിന്നാണ് ജാതി ഉണ്ടായതെന്നാണ് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. ആളുകൾ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കേണ്ടി വന്നിരുന്നു. താഴ്ന്ന ജാതിയുമായിട്ടുള്ള സമ്പർക്കം അക്ഷുദ്ധമായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ഇത് ജാതികളെ വേറിട്ട് നിലനിർത്തുകയും വ്യവസ്ഥിതി കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. വിവാഹം മറ്റൊരു ജാതിയിൽ നിന്ന് ഒരിക്കലും വിവാഹം അനുഭവിക്കാതെ തന്നെ ആ ജാതി വ്യവസ്ഥയുടെ അത്രത്തോളം കർശനമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു എന്നാണ് പറഞ്ഞത്. ദ കാസ്റ്റ് സിസ്റ്റം ഈസ് വെരി കോംപ്ലക്സ് ആൻഡ് നോ സിംഗിൾ തിയറി എക്സ്പ്ലെയിൻ ഇറ്റ് ഒറിജിൻ. ഇറ്റ് ലൈക്ലി ഡെവലപ്ഡ് ഓവർ ടൈം ഡ്യൂ ടു റിലീജിയൻ, റേസ്, ഒക്യുപ്പേഷൻ ആൻഡ് സോഷ്യൽ റൂൾസ്. ജാതി വ്യവസ്ഥ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സിദ്ധാന്തം അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. മതം, വംശം, തൊഴിൽ, സാമൂഹിക നിയമങ്ങൾ എന്നിവ കാരണം ഇത് കാലക്രമേണ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇതുവരെ ഒരാൾക്കും അതിന്റെ ഒറിജിനെ കുറിച്ചിട്ടുള്ള ഒരു തിയറിയോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത നമ്മുടെ ഹെഡിങ് 28.4 കാസ്റ്റ് സിസ്റ്റം ത്രൂ ഏജസ് എന്നുള്ളതാണ് കേട്ടോ. കാലങ്ങളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഋഗ്വേദിക് സൊസൈറ്റി. അടുത്ത പറയുന്നത് ഋഗ്വേദിക് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഋഗ്വേദിക് സൊസൈറ്റി. ദ ഋഗ്വേദിക് സൊസൈറ്റി വാസ് ട്രൈബൽ. ദ ആര്യൻസ് were mainly harder. They made the Harappans fought them, and once some Harappans priests and chiefs got lower position in Aryan society, many Harappans became Shudras, the lowest group in the society. ഋഗ്വേദ സമൂഹം ഗോത്രവർഗമായിരുന്നു. ഋഗ്വേദം എന്നത് എന്താണ്? ഒരു ഹിന്ദു പുരാണമാണ് ഈ ഋഗ്വേദം എന്നത്. ഈ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ള സമൂഹം ഗോത്രവർഗങ്ങളായിരുന്നു. ആര്യന്മാർ പ്രധാനമായിട്ടും ഇടയന്മാരായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഗോത്രവർഗമാണ് ആര്യന്മാർ. ഈ ആര്യന്മാർ പ്രധാനമായിട്ടും ഇടയന്മാർ
പുരോഹിതന്മാരായിരുന്നു. അവർ ഹരപ്പക്കാരെ കണ്ടു. ഹാരപ്പ എന്നത് മറ്റൊരു ഗോത്രവർഗമാണ്. അവർ ഹാരപ്പക്കാരെ കണ്ടു, അവരോട് യുദ്ധം ചെയ്ത് എന്ത് ചെയ്തു? വിജയിച്ചു. ചില ഹാരപ്പൻ പുരോഹിതന്മാർക്കും മേധാവികൾക്കും ആര്യ സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനങ്ങൾ ലഭിച്ചു. അനേകം ഹാരപ്പക്കാർ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗമായിട്ടുള്ള ശൂദ്രരായിട്ട് മാറി. അതായത് ഋഗ്വേദത്തിൽ പറയുന്നത് ആര്യന്മാരും ഹാരപ്പക്കാരും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും എന്തായത്? രണ്ട് ഗോത്രവർഗമായിരുന്നു. ഇവർ തമ്മിൽ രണ്ടുപേരും യുദ്ധം ചെയ്ത് ആര്യന്മാർ വിജയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരെന്ത് ചെയ്തു? ഏറ്റവും ഉന്നതിയിലുള്ള ജാതിയിൽപ്പെട്ട ആൾക്കാരായിട്ട് നിലനിന്നു. മാത്രമല്ല, ഈ ഹാരപ്പയിലുള്ള കുറച്ച് ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ചെയ്തു? ആര്യന്മാരിലെ ഏറ്റവും താഴ്ന്ന വിഭാഗങ്ങളായിട്ട് അവർ അതിന്റെ കൂടെ ഇട്ടു. എന്നാലും അവർ ഏറ്റവും താഴ്ന്ന ആൾക്കാരാണ് എന്നുള്ള രീതി. പക്ഷെ ഈ ഹാരപ്പക്കാരെന്ത് ചെയ്തു? പിന്നീട് എന്ത് ചെയ്തു? ശൂദ്രന്മാരായിട്ട് ഏറ്റവും താഴത്തെ തട്ടിലുള്ള ആൾക്കാരായിട്ട് മാറി എന്നാണ് പറയുന്നത്. ആര്യൻസ് ആൻഡ് ദാസ്യൂസ്, അതായത് ആര്യൻസ് ആൻഡ് ദാസ്യൂസ്. Aryans were fair skinned and worshipped gods like Indra and Agni. The Dasyus were dark skinned and did not worship Aryans' god. At first, Aryans made Dasyus their slaves. Later, these slaves were called Shudras. By 1000 BC, Shudras were seen as impure. ഇന്ദ്രനെയും അഗ്നിയെയും പോലുള്ള ദേവന്മാരെ ആരാധിച്ചിരുന്നവരായിരുന്നു ആര്യന്മാര്. ദാസ്യമാര്, അതായത് ദാസ്യമാര് എന്നവർ കറുത്ത നിറമുള്ളവരും ആര്യ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ലാത്തവരുമായിരുന്നു. ആദ്യം ആര്യന്മാർ ദാസ്യൂസിനെ അടിമകളാക്കി വെച്ചിരുന്നു. പിന്നീട് ഈ അടിമകളെ ശൂദ്രർ എന്ന് വിളിച്ചു. BC 1000 ആയപ്പോഴേക്കും ശൂദ്രർ അശുദ്ധരായിട്ട് കാണപ്പെട്ടു. BC 1000 ആയപ്പോൾ എന്ത് ചെയ്തു? ശൂദ്രർക്ക് എന്ത് ചെയ്തു? ആര്യന്മാർക്ക് അല്ലെങ്കിൽ ഉന്നതിയിലുള്ളവർക്ക് എന്ത് ചെയ്തു? അശുദ്ധരായിട്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. കാലക്രമേണ മാറ്റങ്ങൾ സംഭവിച്ചത് കാര്യമായിട്ടുള്ള ഓരോ കാലത്തിനനുസരിച്ചും ഈ ഒരു ഇതിന് കാസ്റ്റ് സിസ്റ്റത്തിന് മാറ്റം വന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഋഗ്വേദത്തില് ആര്യന്മാരെന്ത് ചെയ്തു? ഉയർന്ന ജാതിക്കാരെ ഹാരപ്പക്കാരെ എന്ത് ചെയ്തു? ദാസന്മാരായിട്ട് വെച്ചു. പിന്നീട് ദാസ്യൂസ് എന്ന ഒരു വിഭാഗം ഉണ്ടായി, അവരും വീണ്ടും ശൂദ്രന്മാരായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഗ്രോത്ത് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റത്തിന്റെ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ആര്യന്മാരും ശൂദ്രന്മാരും എന്ത് ചെയ്തത്? ഉയർന്ന തലത്തിലുള്ള കാസ്റ്റുകളായിട്ടും പിന്നീട് താഴ്ന്ന തലത്തിലുള്ള കാസ്റ്റുകളായിട്ടൊക്കെ മാറിയത്. പിന്നീട് ഈ ആര്യന്മാരിൽ നിന്ന് വ്യത്യസ്തരായിട്ടായിരിക്കും ചിലപ്പോ ബ്രാഹ്മിൻസും അങ്ങനെയുള്ള ജാതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഏറ്റവും താഴത്തെ തട്ടിൽ എന്തായാലും ശൂദ്രന്മാരെയാണ് കാണപ്പെടുന്നത്. ഗ്രോത്ത് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. Between 600 and 300 BC, the difference between Vaishyas and Shudras became smaller, but Brahmins and Kshatriyas stayed powerful. Shudras lost rights and could not take part in rituals. Some people became untouchables, forced to live outside villages. BC 600-300 കാലഘട്ടത്തിലെ വൈശ്യരും ശൂദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്തു? കുറഞ്ഞു. വൈശ്യരും ശൂദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്തു? കുറഞ്ഞു. എന്നാൽ ബ്രാഹ്മണരും ക്ഷത്രിയരും ശക്തമായിട്ട് നിലകൊള്ളുകയും ചെയ്തു. ബ്രാഹ്മണനും ക്ഷത്രിയരും എന്ത് ചെയ്തു? ശക്തമായിട്ട് നിലകൊള്ളുകയും ചെയ്തു. ശൂദ്രർക്ക് അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. ആചാരങ്ങൾ പങ്കെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ചില ആളുകൾ തീണ്ടിക്കൂടായ്മയും പോലുള്ള കാരണങ്ങൾ കൂടി ഉണ്ടായി. തൊട്ടുകൂടായ്മ അനുസരിക്കേണ്ട ഒരവസ്ഥ, ഗ്രാമങ്ങൾക്ക് പുറത്ത് ജീവിക്കാൻ, അതായത് ഗ്രാമങ്ങളിൽ നിന്ന് പുറത്ത് ബൗണ്ടറീസിൽ ജീവിക്കാൻ എന്ത് ചെയ്തു? അവർക്ക് നിർബന്ധിതരായി എന്നാണ് പറയുന്നത്. Foreign invaders like the Greeks and Kushans were included in the caste system in lower ranks. Manu and Lawgiver create strict caste rules based on the birth and purity. ഗ്രീക്കുകാരെയും കുഷാനന്മാരെയും പോലുള്ള വിദേശ ആക്രമണകാരികൾ ജാതി വ്യവസ്ഥയെ താഴ്ന്ന റാങ്കുകൾ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. നിയമദാതാവായിട്ടുള്ള മനു ജനനത്തിന്റെയും വിശുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ കർശനമായ ജാതി നിയമങ്ങൾ എന്ത് ചെയ്തു? അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം സൃഷ്ടിച്ചു. കാസ്റ്റ് ഡ്യൂറിങ് ഫോറിൻ ഇൻവെൻഷനിലൂടെ ഉണ്ടായ കാസ്റ്റിനുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. വിദേശ അധിനിവേശത്തിന്റെ സമയത്ത്, അതായത് പോർച്ചുഗീസുകാരൊക്കെ നമ്മളെ ഭരിച്ചിരുന്ന കാലത്തുള്ള കാസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫ്രം ദ 11th century മുസ്ലിം ഇൻവെൻഷൻസ് വിദേശാധിപത്യ സമയത്തുള്ള ഒരു കാസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിദേശാധിപത്യം പോർച്ചുഗീസ് 11th century Muslim inventions made Hindus afraid of losing their culture. They made caste rules stricter. Yearly marriage was encouraged
to stop conversion by 1000 CE, caste become fixed by birth. 11ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിം അധിനിവേശം ഹിന്ദുക്കൾക്ക് അവരുടെ സംസ്കാരം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുത്തി. മുസ്ലിങ്ങൾ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? മുസ്ലിംസ് എന്ന ഒരു വിഭാഗം എന്ത് ചെയ്തു? ഇന്ത്യയിൽ ഉണ്ടായി. കാസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നു. ഈ ഒരു സമയത്ത് അവരുടെ സംസ്കാരം നഷ്ടപ്പെടുമെന്ന് എന്ത് ചെയ്തു? അവർ ഭയപ്പെട്ടു. അവർ ജാതി നിയമങ്ങൾ കർശനമാക്കി. മതപരിവർത്തനം നിർത്താൻ നേരത്തെയുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. മതപരിവർത്തനം നിലനിർത്താൻ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? മതങ്ങളിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. 1000 ആയ സമയത്തേക്ക് ജാതികൾ ജനനം കൊണ്ടപ്പോൾ ആയപ്പോഴേക്കും ജാതികൾ എന്ത് ചെയ്തു? ജനനം കൊണ്ട് സ്ഥിരമായി എന്നാണ് പറയുന്നത്. ജനിച്ച വ്യക്തികൾക്ക്, അതായത് ജാതിയിൽ ജനിച്ച വ്യക്തികൾക്ക് മാത്രമേ ആ ജാതിപരമായിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ഉണ്ടാകുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിൽ സ്ഥിരമായിട്ട് മാറി. അതായത് അപ്പോഴുള്ള ജാതികൾ പരിവർത്തനങ്ങളായിരിക്കില്ല, മതപരിവർത്തനം നടത്തിയിട്ടായിരിക്കും ആദ്യകാലങ്ങളിലേക്ക് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, വ്യത്യസ്ത മതങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു പരിവർത്തനം നിർത്താൻ വേണ്ടിയിട്ട് ജാതിയിൽ ജനിച്ചവർക്ക് എന്താ പറയുക, ജാതിയിൽ നിന്നുള്ള കല്യാണം മാത്രം അവർ പ്രോത്സാഹിപ്പിച്ചു. ഇനി അഥവാ അങ്ങനെ ഒരാൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു മുസ്ലിം വിഭാഗത്തിലോട്ട് ഒരു ആള് പരിവർത്തനമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെന്താണ്, അവരുടെ ആ ജാതിയിലാണ് ശരിക്ക് ആ ഒരു ആൾക്കുണ്ടാകുന്ന തലമുറകൾ പിന്നീടുള്ളത്. പക്ഷെ അവർക്ക് അത് ആ ജാതിയിൽ കൂട്ടാൻ കഴിയില്ല. അത് അവരെ ഭയപ്പെടുത്തി. അപ്പൊ അവരെന്ത് ചെയ്തു? തന്റെ ജാതിയിൽ മാറിപ്പോയവർ വ്യത്യസ്തരാണ്, തന്റെ ജാതിയിൽ ജനിക്കുന്നവർക്ക് മാത്രമാണ് ജാതിയിൽ പ്രവേശനമുള്ളൂ എന്നുള്ള ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറി. അണ്ടർ ബ്രിട്ടീഷ് റൂൾ, കാസ്റ്റ് പവർ വീക്കൻഡ് എഡ്യൂക്കേഷൻ, റെയിൽവേ ആൻഡ് ഇൻഡസ്ട്രീസ് റെഡ്യൂസസ് കാസ്റ്റ് റെസ്ട്രിക്ഷൻ. But the British also divided Indians by caste to control them. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ജാതി ശക്തി എന്ത് ചെയ്തു? ക്ഷയിച്ചുപോയി. വിദ്യാഭ്യാസം, റെയിൽവേ, വ്യവസായങ്ങൾ എന്നിവ ജാതീയ നിയന്ത്രണങ്ങളെ കുറച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ നിയന്ത്രിക്കാൻ ജാതിയുടെ പേരിൽ വിഭജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അവരെ ജാതികളായിട്ട് വിഭജിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 28.5 കാസ്റ്റ്. കാസ്റ്റ് നോട്ട് ആൻ ഐസൊലേറ്റഡ് ഫെം. ജാതി എന്നത് ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല, ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാസ്റ്റ് ഈസ് അതർ സൊസൈറ്റീസ്. കാസ്റ്റ് ലൈക്ക് എ സിസ്റ്റം എക്സിസ്റ്റ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. India was not only the place for social divisions. In Polynesia, Melanesia, Greece, Rome and Egypt, people were divided into groups based on birth and job. ലോകത്തിലെ പല ഭാഗങ്ങളിലും ജാതി പോലെ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല എന്നാണ് പറയുന്നത്. സാമൂഹിക വിഭജനങ്ങളുള്ള ഒരേ ഒരു സ്ഥലമായിരുന്നില്ല ഇന്ത്യ. പോളിനേഷ്യ, മെലനേഷ്യ, ഗ്രീസ്, റോം, ഈജിപ്റ്റ് എന്നിവിടങ്ങളിലും ജനനത്തെയും ജോലിയെയും അടിസ്ഥാനമാക്കിയിട്ട് ആളുകളെ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇൻ പേർഷ്യ, society had 4 main groups: priests, warriors, farmers and nobles. But unlike India, their lowest group was artisans, not servants. In Rome, people inherited their jobs from their parents. In Sweden, people were punished for marrying outside their groups. പേർഷ്യയിലെ സമൂഹത്തിലെ 4 പ്രധാന ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു: പുരോഹിതന്മാര്, യോദ്ധാക്കള്, കർഷകര്, പ്രഭുക്കന്മാര്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും താഴ്ന്ന വിഭാഗം കരകൗശല തൊഴിലാളികളായിരുന്നു, വേലക്കാരായിരുന്നില്ല. ഏറ്റവും താഴ്ന്ന വിഭാഗം എന്ന് പറയുന്നത് ആരായിരുന്നു? കരകൗശല തൊഴിലാളികളായിരുന്നു. ഇന്ത്യയിലെ പോലെ വേലക്കാരായിരുന്നില്ല എന്നാണ് പറയുന്നത്. റോമിലെ ആളുകൾ അവരുടെ ജോലി മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായിട്ടാണ് സ്വീകരിച്ചു പോന്നിരുന്നത്. സ്വീഡനിലാണെങ്കിലോ തങ്ങളുടെ ഗ്രൂപ്പിന് പുറത്തു നിന്ന് വിവാഹം കഴിച്ചാൽ ആളുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇൻ ജർമ്മനി, if a nobleman married a lower class woman, she and her children could not get this higher status. Even among Muslims, upper caste groups avoided marrying lower caste Muslims. ജർമ്മനിയിലെ ഒരു പ്രഭു താഴ്ന്ന ക്ലാസ് സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവർക്ക് അവരുടെ കുട്ടികൾക്കും അവരുടെ ഉയർന്ന പദവി ലഭിക്കുമായിരുന്നില്ല. മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഉയർന്ന ജാതി വിഭാഗങ്ങൾ താഴ്ന്ന ജാതിയിലുള്ള മുസ്ലിങ്ങളെ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കി. ഈജിപ്തിലൊക്കെ ആയിരുന്നു അത് ആദ്യകാലങ്ങളിൽ നിലനിന്നുണ്ടായിരുന്നത്. സോ ഇന്ത്യയിൽ മാത്രമല്ല മറ്റനവധി രാജ്യങ്ങളിലും മതങ്ങളിലുമായിട്ട് എന്ത് ചെയ്തിരുന്നു? ജാതി വ്യവസ്ഥ ഹിന്ദുസിൻ്റെതിൽ അത്ര, അതായത് ഹിന്ദു വിഭാഗങ്ങളുടെ അത്ര ശക്തമല്ലെങ്കിൽ പോലും നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അറ്റ് ലാസ്റ്റ് കൺക്ലൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ കംസ് ഫ്രം ഹിന്ദുസ്, മിത്സ് ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ്. ദോസ് ടെക്സ്റ്റ് സേ ദാറ്റ് castes were created by the god. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഹിന്ദു പുരാണങ്ങളിൽ നിന്നും മതഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് വന്നിരുന്നത്. ജാതികൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ഈ ഗ്രന്ഥങ്ങളിലൂടെ അവർ പറഞ്ഞു.
believe that being born into high caste in reward for good action in past life is ഉയർന്ന ജാതിയിൽ ജനിച്ചത് കഴിഞ്ഞ ജന്മത്തിലെ നല്ല പ്രവർത്തികളുടെ ഫലമാണെന്ന് ആളുകൾ വിശ്വസിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ കർമ്മ. അപ്പർ കാസ്റ്റ് പീപ്പിൾ പ്രിഫർ ടു മാരി വിത്തിൻ ദെയർ ഓൺ കാസ്റ്റ് ടു കീപ് ദെയർ ഹൈ സ്റ്റാറ്റസ്. ഉയർന്ന ജാതിയിൽപ്പെട്ട് തങ്ങൾ എന്ത് ചെയ്തു, ഉയർന്ന പദവി നിലനിർത്താനും സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ആ ഉയർന്ന ജാതി നിലനിർത്താനും സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചാൽ മാത്രമേ ആ ഉയർന്ന ജാതി നിലനിർത്താൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് ആ ഒരു രീതി അവര് ഫോളോ ചെയ്ത് പോന്നു എന്നാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഈ ഒരു യൂണിറ്റിലെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കൂടെ ഒന്ന് നോക്കാം. Give the definition of caste. കാസ്റ്റിന്റെ ഡെഫിനിഷൻ ആണ് തിയറീസ് ഓഫ് കാസ്റ്റ് ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാസ്റ്റ് ഒരു സ്ഥാപനമായിട്ട് ഉള്ള ഒരു തിയറീസിനെ കുറിച്ച്, അതായത് തിയറീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. ദ കാസ്റ്റ് സിസ്റ്റം ഓവർ ദ ഏജസ്, കാലക്രമേണ അല്ലെങ്കിൽ കാലത്തിലെ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ടായ വ്യത്യാസങ്ങൾ. ആര്യൻസിനെ കുറിച്ചും ഹരപ്പൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു കാര്യമാണ് ഇതിൽ ചോദിക്കുന്നത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.